രാഹുൽ ഗാന്ധിക്ക് സോണിയാഗാന്ധിക്ക് വീണ്ടും കുരുക്ക് മുറുകയാണ്. അതായത് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഗൂഢാലോചന കേസിനാണ് ദില്ലി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ED നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നു. സോണിയ 1-ാം പ്രതി, മകനായ രാഹുൽ ഗാന്ധി 2-ാം പ്രതി എന്നാണ്. ഈ ഹെറാൾഡ് കേസ് എന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി ഈ കോൺഗ്രസ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്നത് CBIയും EDയും കോൺഗ്രസിനെ വേട്ടയാടുകയാണ്. കോൺഗ്രസിനെ മൃതസഞ്ജീവനിയായ KC വേണുഗോപാൽ ഇത്തരത്തിൽ പറയുമ്പോൾ ഈ BJP ഇവരെ മനഃപൂർവ്വം ഇവരെ അകത്താക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് വേണം ആ ഒരു നിലപാടിന് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ ഗൂഢാലോചന കേസ് എങ്ങനെ പോകും? ഈ സോണിയാഗാന്ധിയും മകനും അടുത്ത ഭാവി പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഈ ഒരു കേസിലകത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ? സോണിയാഗാന്ധി അകത്തിട്ടാലും രാഹുലിനെ അകത്ത് പിടിച്ച് BJP ഇപ്പോൾ തൽക്കാലം വയ്ക്കത്തില്ല. അവർക്ക് തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഐശ്വര്യമാണ്. അതിന് ഇതിനു മുമ്പേ അകത്ത് പോകാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവരെല്ലാം ജാമ്യത്തിലാണല്ലോ. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, വ്യത്യസ്തമായ സമര രീതികളാണ് കോൺഗ്രസിൻ്റെ. അത് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അത് അവലംബിച്ചു കൊടുത്തത്. ഈ അഴിമതി കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ ഫ്രണ്ട് നിർത്തിക്കൊണ്ട് നമ്മൾ വലിയ ജാഥയൊക്കെ നയിച്ച് ജയിലിൽ കൊണ്ടുപോകുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും ഈ സോണിയ ചോദ്യം ചെയ്തപ്പോഴും ഒക്കെ നമ്മൾ കണ്ട ഡൽഹിയിൽ വ്യത്യസ്തമായ സമരം എന്ന് വെച്ചാൽ അഴിമതിക്കാരെ ഈ പറയുന്ന ED ആയാലും NIA ആയാലും മറ്റ് നമ്മുടെ സംവിധാനങ്ങൾ പിടിക്കാൻ പറ്റത്തില്ല. പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷേ ആൾക്കാർക്ക് ശരിയായ ധാരണയാണ് ഉള്ളതെന്നുള്ളതിന് ശേഷം വരുന്ന ഇലക്ഷനുകളിൽ കൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ഒരു പത്രമായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ. ഇതിനൊരു നല്ല ആസ്തിയൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 90 കോടി രൂപയുടെ ഇത് വന്നു. അതിന് കടമുണ്ടായിരുന്നു. അപ്പോൾ കടമുണ്ടായിരുന്നപ്പം ഏതാണ്ട് 5000 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. 5000-നകത്ത് ആസ്തി വരുന്നു. റെക്കോർഡിക്കൽ നോക്കുമ്പോൾ 2000 കോടി രൂപയുടെ. അപ്പോൾ 90 കോടിയുടെ കടം വീട്ടാൻ യങ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. അതിനകത്ത് 75% 76% ഷെയർ സോണിയാഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ ബഹുമാന്യനായ മകൻ, സത്യസന്ധനായ മകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും പേരിലാണ്. പിന്നെ സാമ്പത്ര, അതായത് മറ്റു ചില കക്ഷികളുണ്ട്, ഒരു കൂട്ട് കക്ഷിയുണ്ട്, ഇവരെല്ലാം അതിൻ്റെ രൂപ. അപ്പം ഇതിനകത്ത് ഈ 90 കോടി രൂപ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ 2000 കോടി രൂപയുടെ സാധനം ഇങ്ങോട്ട് മേടിച്ചു. 90 കൊടുത്തോ അറിയത്തില്ല, എഴുത്തുകൂത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പം അതിനകത്താണ് ഇപ്പം കേസ് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതി ഏതാണ്ട് അത് കേസ് വിചാരണയൊക്കെ ആയി ഏതാണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുമ്പോഴാണ് ഇപ്പം EDയുടെ നിർദ്ദേശപ്രകാരം ഗൂഢാലോചന അല്ലെങ്കിൽ ഈ പറയുന്ന സിദ്ധാന്തവും പിന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കലും ഉണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഇപ്പം ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കേസ് ഡൽഹി പോലീസാണ് എടുത്തിരിക്കുന്നത്. അതാണ്ട് 2000 കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തി ഷെൽ കമ്പനി, ഇതിൻ്റെ കൂടെ വേറെ ഷെൽ കമ്പനിയും കൂടെ ഉണ്ട്, യങ് ഇന്ത്യ ഷെൽ കമ്പനി. അതായത് കമ്പനിയൊന്നുമില്ല, ഇതെല്ലാം എഴുത്തുകൂത്ത് പേപ്പറിനകത്തുള്ള കമ്പനികളൊക്കെ നടത്തി പൈസ മാറ്റി. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, ഈ പണത്തിൻ്റെ തിരിമറി, ഇതിനെപ്പറ്റിയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. ഇത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നാളെ കാലത്തെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആൾ വളരെക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ആൾക്കാരാണ് ഇത്തരത്തിൽ അഴിമതി നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ അഴിമതികൾ ഇത് ആരാ സുബ്രഹ്മണ്യ സ്വാമി കൊണ്ടുവന്നതാ, അതല്ലെങ്കിൽ വെളി വരത്തില്ല. കാരണം അവരുടെ കാലത്ത് നടത്തുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അവരുടെ കാലത്താണല്ലോ കാര്യങ്ങൾ മൊത്തം നടത്തിക്കൊണ്ടിരുന്നത്. കാരണം 55 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കോൺഗ്രസ്സാണ്. അതിനുശേഷം ചുരുങ്ങിയ സമയങ്ങളിൽ ഇടക്കാലങ്ങളിൽ ഈ പറയുന്നത് വേറെ ചിലരൊക്കെ ഭരിച്ചിട്ടുണ്ട്. ആ കേസുകളും എടുത്ത് ഒരു പ്രോസസ്സിങ്ങിലേക്ക് വരുമ്പോൾ ഇവരുടെ കയ്യിലാണെന്നല്ലോ ഇവർ പറയുന്ന കൂട്ടിലിത്ത തത്ത എന്നൊക്കെ പറയുന്നത്. ഈ കൂട്ട് നല്ലപോലെ ഇട്ടിരുന്ന ഇവരാ, ഈ CBIയെയും അല്ലെങ്കിൽ NIAയും അല്ലെങ്കിൽ EDയും ഒക്കെ ഇതെല്ലാം കൊണ്ടുവന്നവരറിയാം. ഈ ED സംവിധാനം കൊണ്ടുവന്നവരാ, NIA കൊണ്ടുവന്നവരാ. ഇതൊക്കെ ഇപ്പം എടുത്ത് അതിന് വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് അത് കൃത്യമായിട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടതും ഉള്ളതുപോലെ കേസെടുക്കാം, നിങ്ങൾക്ക് അതിന് അധികാരപരിധി തന്നിട്ടുണ്ട്, നിയന്ത്രിക്കാൻ ആളില്ല വന്നപ്പോഴേ ഇതെല്ലാവരും പിടിക്കാൻ തുടങ്ങി. അപ്പോഴതെല്ലാം കൂട്ടിലിട്ടതായത് അല്ലെങ്കിൽ ഈ എന്തൊക്കെയാണ് പറയുന്നത് മറ്റ് ഉപയോഗപ്പെടുന്ന ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ കേരളത്തിൽ നിന്നുള്ള ACCയുടെ നേതാവ് KC വേണുഗോപാൽ വാർ റൂം തുറന്ന് ഒരു പരുവത്തിലായി ഇപ്പം തിരിച്ചു വന്ന ആളായി. ഇപ്പോൾ അവസാനം ഒരു വാർ റൂം ഇപ്പോൾ തുറന്നിട്ടുണ്ട് സിദ്ധരാമയ്യയുടെ DK ശിവകുമാറിൻ്റെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധരാമയ്യ DK ശിവകുമാറിൻ്റെ വാർ റൂം പുള്ളി തുറന്നു. അവിടെ വിളിച്ചെത്തി സിദ്ധരാമയ്യയുടെ കൂടെ ആകപ്പാടെ 135 MLA കോൺഗ്രസിനുള്ള 100 പേരും പുള്ളിയുടെ കൂടെ. ഈ DK ശിവകുമാറിൻ്റെ കൂടെ ആരുമില്ല. DK ശിവകുമാറിൻ്റെ കൂടെ ആരുമില്ല. ഇപ്പോൾ DK ശിവകുമാർ ഒതുങ്ങി കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ പുതിയ വാർ റൂം പുള്ളി തുറന്നു. പണ്ട് മഹാരാഷ്ട്രയിൽ തുറന്നതുപോലെ. കാരണം BJP പറഞ്ഞു ഇതുപോലെ 105 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ശിവസേന എടുത്ത് പറഞ്ഞു 45 പേരെ വെച്ചിട്ട് ഇയാൾക്ക് മന്ത്രിസ്ഥാനം തരാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു 5 കൊല്ലം 2 കൊല്ലം 1 കൊല്ലം അവസാനം മതി, പറ്റത്തില്ലെന്ന്. അപ്പോൾ അവിടുത്തെ ഒരു വാർ റൂമിൻ്റെ കഥ നമ്മൾ വരുന്നത് 3 പേരുടെ കൂടി ഭൂരിപക്ഷത്തിൽ
3 പേർക്കും 50 150 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ വിളിച്ച് പറഞ്ഞു ഇയാൾ മുഖ്യമന്ത്രി ആയിരിക്കും. എന്തൊരു പറ്റിയ ഓർമ്മയില്ല. അയാൾക്ക് മുഖ്യമന്ത്രി ആവാൻ മാത്രം എന്നാൽ മതിയായിരുന്നു. ഇയാൾ മുഖ്യമന്ത്രി ആയിരിക്കും. അത് അവിടുത്തെ ഒരു വാർത്ത. ഈ BJP പറഞ്ഞ 5 കൊല്ലം അല്ല 10 കൊല്ലം വെയിറ്റ് ചെയ്താലും ഞങ്ങൾ ഇയാൾ മുഖ്യമന്ത്രി സ്ഥാനം തരത്തില്ല. അപ്പം മറ്റേ വാറൂം ഇതുപോലുള്ള വാറൂമുകളാണ് പുള്ളി തുറക്കുന്നത്. ബീഹാറിലൊന്നും പുള്ളിയുടെ വാറൂം കണ്ടില്ലേ. ഇവിടെ ഇപ്പോഴേ ഈ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ്, അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ നാഷണൽ ഹെറാൾഡിന്റെ മാതൃസ്ഥാപനം എന്ന് പറയുന്നത്. ഈ മാതൃസ്ഥാപനത്തെ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധി ഇടപാട് നടത്തിയത്. ഇതിനകത്ത് ഈ ഷെയർ ഏതാണ്ട് 76% ഷെയർ ഇവരുടെ കൈവശം മാത്രമാണ്. ഇങ്ങനെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടെ പിന്നെ താല്പര്യമുള്ള ഈ പണത്തിന്റെ ചിലപ്പോൾ ഒരുപക്ഷെ ഷെയറൊക്കെ പിരിച്ചായിരിക്കും. ഇത് മുഴുവൻ ഇതിലേക്ക് നിക്ഷേപിക്കപ്പെടും. അങ്ങനെ നിക്ഷേപിക്കപ്പെട്ടാൽ അതിൻ്റെ മുഴുവൻ ലാഭവും നമുക്ക് കൊയ്യാമെന്നുള്ളതാണ് ഇവരുടെ കണ്ടീഷൻ. അതുകൊണ്ടാണ് ഇപ്പോൾ FIR പറയുന്നത് ഈ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിനെ വഞ്ചനാപരമായിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും കുറ്റക്കാരാണ്. അപ്പം പ്രതികളായിട്ട് ഇവർക്കെതിരെ നീക്കം നടത്തുക എന്ന് പറയുന്നത് ശരിക്കും സോണിയെയും രാഹുലിനെയും പെടുത്താനുള്ള നീക്കമാണ്. ഇതുവരെ ഇവരെ പ്രതികളാക്കി അങ്ങനെ മുന്നോട്ട് പോയിട്ടില്ല. മാത്രമല്ല ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നാണ് യങ് ഇന്ത്യൻ നേരത്തെ അറിയപ്പെട്ടത്. പക്ഷേ ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് പിന്നെ എന്തിനാണ് ഈ ഷെയർ ലാഭം ഉൾപ്പെടുത്തുന്നത്? ഇവിടെ ഒരു കള്ളക്കളിയില്ല. ഇതിനകത്ത് 2000 കോടി രൂപയുടെ ഇടപാട് നടന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്ന നെഹ്റുവിൻ്റെ പിന്തുടർച്ചക്കാർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്നതിന് സോണിയാഗാന്ധി, അവരുടെ മകൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി. ഇവരുടെ ചിന്ത എന്താ? പരമ്പരാഗതമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളുടെയാണ്, ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആകേണ്ടത് ഞങ്ങൾക്കുള്ള ചുമതലയാണ്. ഇവിടെ മോദി കയറിയിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് വാജ്പേയി വന്നിട്ട് ഇത് എന്തൊരു പണിയാ, VP സിംഗ് വരുന്നു, ചന്ദ്രശേഖർ വരുന്നു, ഇതൊന്നും പറ്റില്ല, ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാണ്. ഈ ഒരു അഹംഭാവമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. പക്ഷേ സോണി കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം പണം സമ്പാദിക്കാനായിട്ട്, അത് കൈവശപ്പെടുത്താനായിട്ട് എനിക്ക് പ്രധാനമന്ത്രി ആകാൻ പറ്റിയില്ലെങ്കിൽ പാവ പ്രധാനമന്ത്രിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ ഭരിക്കും, ഈ കളിയെല്ലാം നടത്തി. പക്ഷെ പിന്നീട് അധികാരവും ചെങ്കോലും ഒക്കെ മകനിലേക്ക് കൈവശപ്പെടുത്താൻ ചെന്നപ്പോൾ മകൻ കുറച്ച് പൊട്ടംകളി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഇവിടെയും സോണിയാഗാന്ധി ബുദ്ധിപരമായിട്ട് നീക്കിയോടാണ് ഈ 2000 കോടി ഇടപാടിലൂടെ ഈ യങ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നാഷണൽ ഹെറാൾഡ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇവിടെ ബാക്കിയുള്ള കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളെ ഇവർ പറ്റിക്കുകയാണ്, കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സോണിയാഗാന്ധി. ഇപ്പം ഇവർക്ക് ഇത്രയും പ്രായമൊക്കെ ആയ സ്ഥിതിക്ക് 1ാം പ്രതി 2ാം പ്രതി എന്ന രീതിയിൽ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ED അല്ലെങ്കിൽ ഇപ്പം BJP സർക്കാർ ഒരു വല നെയ്യുന്നു, അല്ലെ അതിനകത്ത് ഇവരെ കുരുക്കാൻ പോകുന്നു എന്ന ആരോപണമായിട്ട് ഇനി കോൺഗ്രസ് നേതാക്കൾ പുറത്തേക്ക് വരില്ലേ? പുറത്തേക്ക് വരില്ല. അതായപ്പോൾ ജോലി ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഇന്ത്യയിലുടനീളം ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു കുടുംബം. ഇന്ത്യക്കകത്ത് എല്ലാ അഴിമതിക്കും കൊള്ളരുതായ്മയ്ക്കും ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് മാതൃകയായിട്ടുള്ള കുടുംബം നെഹ്റു കുടുംബം എന്ന് പറയേണ്ടി വരും. ഇത് പറയുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് കാര്യമൊന്നുമില്ല. ഈ മക്കത്തായ സംസ്കാരം ആരാ ഉണ്ടാക്കിയ രാഷ്ട്രീയത്തിനകത്ത്? നെഹ്റു കുടുംബം. നെഹ്റുണ്ട്. അതാണ് അതിനുശേഷമാണ് ഇപ്പോഴും നിൽക്കില്ലേ തമിഴ്നാട്, അതെ, അഖിലേഷ് യാദവ് UP, ഇപ്പൊ തന്നെ ബീഹാർ, ഹൈദരാബാദ് എങ്ങനെയായിരുന്നു, ചന്ദ്രബാബു, അല്ലെങ്കിൽ ഇത് ഇപ്പോഴും ആര് കൊണ്ടുവന്നു? ഇവര് കൊണ്ടുവന്നു. അതിനുശേഷം ബാക്കിയുള്ളിടത്തെല്ലാം അവലംബിച്ചു. അതായത് അതൊരു നല്ലൊരു ബിസിനസ് ആണല്ലോ. കൃത്യമായിട്ട് ഇപ്പൊ തന്നെ UP നോക്കുകയാണെങ്കിൽ അഖിലേഷ് യാദവിന്റെ ഭാര്യ MP, അച്ഛനുള്ളപ്പോൾ അച്ഛൻ MP, അവരുടെ ബാക്കി വേണ്ടപ്പെട്ടവരല്ല MP, MLA, മന്ത്രിമാരുമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇവർക്കെല്ലാം 5 പെണ്ണുമുള്ളമാരും ഇതുകൊണ്ട്. ഈ കരുണാനിധിക്ക് 5 ഭാര്യമാരുണ്ട്. ഈ ലാലു 4 5 ഉണ്ട്. എത്ര പിള്ളേരുണ്ടെന്ന് പോലും അറിയത്തില്ല. നിരത്തി എണ്ണി നോക്കിയാലേ പുള്ളിക്ക് എണ്ണം അറിയത്തുള്ളൂ. അതേ രീതിയിൽ അപ്പൊ 2 പോടാന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും പിള്ളേരുടെ കയ്യിലൊക്കെ കൊടുത്തിട്ട് ഈ രീതിയിൽ. അപ്പൊ ഇതെല്ലാം അതുപോലെ തന്നെ അഴിമതി നടത്തിയിട്ട് ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ, സുനിൽജി പറഞ്ഞതുപോലെ അഴിമതി നടത്തി ഇവരുടെ കയ്യിലായിരുന്നു എന്തും നടത്താൻ പറ്റുമായിരുന്നു. കാരണം ഇവരുടെ കയ്യിൽ അധികാരമായിരുന്നു. ഇദ്ദേഹം പറയത്തില്ലേ ഞാൻ സിസ്റ്റത്തിന്റെ ആളാ, ഞാൻ സിസ്റ്റത്തിന്റെ ആളാ. ഇപ്പൊ സിസ്റ്റം ഇപ്പൊ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ സിസ്റ്റത്തിന്റെ ആളല്ലാതെ വന്നപ്പോൾ അഴിമതികളൊക്കെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പറയുന്നത് പോലെ അഴിമതിക്കെതിരെ അഴിമതിക്കാരെ അന്വേഷിച്ച് കുറ്റങ്ങൾ കണ്ടെത്തി നമ്മുടെ ഭരണഘടനയുടെ നിയമം അനുസരിച്ച്, അല്ലെ ഇന്ത്യൻ കോടതിയുടെയും പോലീസിൻ്റെയും ഒക്കെ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കുക. ഏത് അറസ്റ്റും ഈ പറയുന്ന പോലെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് നടത്തുവാണെന്ന് പറഞ്ഞ പ്രചരണം നടത്തുക. ഇത് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഉണ്ട്. ഇവരെ മാത്രം ഉണ്ടെന്ന് പറയാൻ ഇവർ അതിനകത്ത് ഒറ്റ കൂട്ടമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അഴിമതിക്കാരല്ലാത്ത. ഇതിനകത്ത് അഴിമതിക്കാരല്ലാത്ത നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പറയുമ്പോഴും ഇപ്പൊ ഈ വന്ന 2014 ശേഷം ഇങ്ങോട്ട് വന്ന മോദി സർക്കാരിന്റെ കാര്യമാണ്. അതിന് മുമ്പത്തെ കാര്യം നമ്മൾ പറയുന്നില്ല. അതിനുശേഷം ഈ UP യോഗിക്ക് അഴിമതിയുണ്ടോ? അല്ലെങ്കിൽ ആർക്കുണ്ട് അഴിമതി ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഈ കർണാടകത്തിലായിരുന്നു BJPയുടെ. അത് പടപടല, അല്ലെങ്കിൽ അത് ആ സംവിധാനം വെച്ചിട്ട് മുന്നോട്ട് പോകേണ്ട, ഭരണമില്ലെങ്കിലും വേണ്ട എന്നുള്ള രീതിയിലേക്ക് തീരുമാനമെടുത്ത് പോകുന്ന രീതിയാണ് ഈ പറയുന്നത്. എനിക്ക് തോന്നുന്നു
ആരുടെ പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ അമിത്ഷായുടെയും ഒക്കെ. അതെ. അപ്പം ഇതിനകത്ത് അതായത് ഈ രാജ്യത്ത് കൊള്ളരുതാത്ത എന്തൊക്കെ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ദുഷിപ്പിക്കുന്ന രീതിയിൽ പോകാൻ പറ്റുന്ന അതെല്ലാം മാതൃകയാക്കി കൊടുക്കുന്ന പാർട്ടിയല്ലേ കോൺഗ്രസ്. അതെ. അഴിമതിക്കാരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അഴിമതിക്കാരനെ മാറ്റി നിർത്തണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടു രാജ്യത്തുടനീളം നടന്ന് രാജ്യത്തെ മോശമാക്കുന്ന രീതിയിൽ. ഇപ്പൊ തന്നെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ലോകം അംഗീകരിക്കുന്ന ജനാധിപത്യ സംവിധാനമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ അത് അട്ടിമറിക്കാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് ശ്രമം നടത്തുന്നത്. ബാക്കിയുള്ളതെല്ലാം എങ്ങനെയോ വന്നുകൂടുന്നു. ഇതിനകത്ത് ഈ ഇദ്ദേഹമല്ലേ ഇതിന്റെ ജൻസി കലാപത്തിന് വാ വാ പിള്ളേരെ വിളിക്കോ വാ വാ വാ. ഇതിപ്പോ പ്രശ്നം പറയാം. ഒക്ടോബർ 3 FIR രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ED അന്വേഷണം നടത്തുന്നു. ED നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഡൽഹി പോലീസാണ് കേസെടുത്തത്. ഈ ഡൽഹി പോലീസിന്റെ കേസിലാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും പ്രതിയാണ്. ഈ ഡൽഹി പോലീസിനെ ഇനി നിയന്ത്രിക്കാൻ പോകുന്ന ഡൽഹി ഭരിക്കുന്ന BJP സർക്കാരാണ്. അതിനകത്ത് വലിയൊരു കുരുക്ക്. അതാണ് ഇപ്പൊ ഇവർ ചിന്തിക്കാത്ത രീതി. അതുകൊണ്ടാണ് കോൺഗ്രസ് കരുതല്ല. കാരണം എത്രയോ നാൾ ഡൽഹിയിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി. ഇത് രണ്ടും ആയിരുന്നപ്പോഴും പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ BJP വരുന്നു, EDയുടെ പരാതിയിൽ ഡൽഹി പോലീസ് കേസെടുക്കുന്നു. അതാണ് ഇവരെ വരിഞ്ഞു മുറുക്കാൻ പോകുന്നത്. ഇത് വിചാരിക്കുന്നില്ല. കാരണം 2000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് രാഹുലും സോണിയുമാണ് നടത്തിയത്. കോൺഗ്രസിലെ നേതാക്കളെ, കോൺഗ്രസ് പാർട്ടിയെ തന്നെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ ആ നേതാക്കൾ അല്ലെങ്കിൽ ഈ അണികളൊന്നും എനിക്ക് ചിലപ്പോൾ കൂടെ നിൽക്കണമെന്നില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ കൊണ്ട് പൊറുതി മുട്ടിയ ഒരു വിഭാഗം നേതൃത്വമുണ്ട്. പക്ഷേ എതിർത്തൊന്നും പറയാൻ പറ്റില്ല. എതിർത്ത് പറഞ്ഞാൽ അത് പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഡൽഹി പോലീസിന്റെ നീക്കം നിർണായകമാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയെ അടപടലം താഴേക്ക് വലിച്ചിടാൻ പറ്റുന്ന ഒരു നീക്കമാണ് ഇപ്പൊ നടത്തുന്നത്. സ്മിജി പറഞ്ഞാൽ അതൊരു കോൺഗ്രസ് എന്ന പാർട്ടി അടപടം താഴേക്ക് വലിച്ചിടാൻ പറ്റുന്ന ഇവിടെ പ്രവൃത്തി കൊണ്ട് താഴെ പോകും. കാരണം ഇതിനകത്ത് നേരത്തെ ഞാൻ ഇതിനെപ്പറ്റിയുള്ള നമുക്ക് ഇതിനെപ്പറ്റി ഇതിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് തന്നെ ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ വലിയ വരുമാനമുള്ള കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള പത്രമാണ്. ഇത് ഇവർ അടിച്ചു മാറ്റി അതിന്റെ ആസ്തിയെല്ലാം കൊണ്ടുപോയല്ലോ. ഇപ്പോൾ കേസ് ഗുബ്രോണി കേസിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ ഇന്ദിരാഗാന്ധി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ഉണ്ട്, അറിയാം. ഇതിന്റെ എത്രായിരം കോടിയാണെന്നറിയാം ഇതിന്റെ ആസ്തി. ഇതിന്റെ ആരാ ഇതിന്റെ ഒപ്പിടുന്നതിന്റെ താഴെ ഒപ്പിടുന്ന ആരാ? സോണിയാഗാന്ധിയാണ്. ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഉണ്ട്. ഒരു പ്രാവശ്യം ഈ BJPയുടെ നേതാവ് ഇതിന്റെ ആസ്തിയെ പറ്റി എനിക്ക് തോന്നുന്നു, നീയൊക്കെ എന്ത് വിചാരിച്ചു? ഇവർ കൊടുക്കത്തില്ല. ഇത് പാർട്ടി വേണ്ട. ഇതെല്ലാം കൂടെ അവസാനം സ്വയം സഹകരണ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പഠിച്ചു കൂട്ടി അങ്ങനെ ഇറ്റലി പോയാലും കുഴപ്പമൊന്നുമില്ല. വിചാരിക്കുന്ന രീതിയിലുള്ള ഫണ്ടല്ലേ ഇതിന്റെ ഒക്കെ പേര് കിടക്കുന്നേ. മനസ്സിലായി? കോടാനുകോടിയാണ്. അല്ലെ രാജ്യം നന്നാക്കാനല്ല. ഇത് ആരുടെയാണ്? എവിടുന്നാണ്? എങ്ങനെ വന്നാണ്? ഇതിനകത്തൊക്കെ ഫണ്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ശത്രുരാജ്യങ്ങളാണ്. ഈ അത് ഒരു ക്ലെയിം വന്നാൽ ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അത് ചൈനയിൽ നിന്ന് ഫണ്ടിങ് വന്നിട്ടുണ്ട്. അത് അതായത് ഇത് അങ്ങനെ ഫണ്ട് വരുന്നത് എന്തിനാ? അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയെ നശിപ്പിക്കാൻ. അപ്പോൾ ഇത് ഇവർ ഈ അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ്, രാജ്യ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നില്ല. കുറച്ചെങ്കിലും സ്വന്തം താല്പര്യം സംരക്ഷിച്ച് രാജ്യ താല്പര്യം സംരക്ഷിച്ച ഒരേ ഒരു നേതാവ് ഇന്ദിരാഗാന്ധി മാത്രമേ ഉള്ളായിരുന്നു. അതിനകത്ത് കുറച്ച് മയപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു പലയിടത്ത് നിന്നു കൊടുക്കാതെ പൂർണ്ണമായിട്ടൊന്നുമില്ല. ബാക്കി എല്ലാവരും അവരുടെ താല്പര്യം, അവരുടെ സമ്പത്തിൻ്റെ താല്പര്യം, അവരുടെ അധികാരത്തിൻ്റെ താല്പര്യം, അതിന് ഈസിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും തകർത്തു. അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് കൊള്ളയടിച്ചു. ഈ രാജ്യം പുരോഗതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നതിന് വേണ്ടി, വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എല്ലാ രീതിയിലും മരവിപ്പിക്കുന്നതിന് വെളിയിൽ നിന്ന് വന്ന ഫണ്ട് കൂടെ മേടിച്ചു. ഇത് രണ്ടുകൂടെ വാരി കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഇതൊക്കെ പിടിക്കപ്പെടും. അപ്പോൾ അവരുടെ കയ്യിലല്ല സംവിധാനം. അത്രേ ഉള്ളൂ.